എല്ലാവർക്കും സിനിമ മാനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഫ്യൂരിയോസ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സീക്വലായ മാഡ് മാക്സ് ഫ്യൂറി റോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വേറെ വഴിയില്ലല്ലോ, ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഈ സിനിമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ മുമ്പത്തെ വീഡിയോ ആയ ഫ്യൂരിയോസയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കാരണം ആ സിനിമയിൽ പറയുന്ന പോയിന്റ്സ് ഒന്നും ഞാൻ ഈ സിനിമയിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. അതായത് ഈ സിനിമയുടെ പ്രീക്വലായിട്ട് സെർവ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഫ്യൂരിയോസ് എന്ന ചിത്രം. സോ ആ സിനിമയുടെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. ഈ മറ്റേ പടക്കക്കട ഉണ്ടല്ലോ, പടക്കക്കട, ഇതിനകത്തോട്ട് ചെറിയൊരു തിരി കത്തിച്ചിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ ഒരു സിനിമ. മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് ഞാൻ ഉറപ്പ് തരികയാണ്. പിന്നെ എൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു സിനിമ കണ്ടു നോക്കണം. കാരണം വേറെ ലെവല് പടാണ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മാക്സിനെയാണ്. ഇവനൊരു പല്ലിയെ തിന്നുകൊണ്ടിരിക്കുക. കാരണം വേസ്റ്റ് ലാൻഡാണ്, ഭക്ഷണം കിട്ടാൻ നല്ല പാടാണ്. അങ്ങനെ ഈ സമയത്താണ് ഇമ്മോർട്ടൻ ജോയുടെ വാർ ബോയ്സ് അവിടേക്ക് വരുന്നത്. ഇവൻ വേഗം കാറുമായി പോകുന്നു. പക്ഷെ അവന്മാരാണെങ്കിൽ ഇവനെ പിടികൂടാൻ. ശേഷം അവൻ്റെ താടിയും മുടിയും വെട്ടിക്കളയുന്നു. എന്നിട്ട് അവൻ്റെ പുറകിലായിട്ട് യൂണിവേഴ്സൽ ഡോണർ എന്ന് പച്ച കുത്തുക. കാരണം അവൻ്റെ ബ്ലഡ് നെഗറ്റീവാണ്. എന്നിട്ടൊരു കമ്പി പഴുപ്പിച്ച് ഇവന്മാരുടെ മുദ്ര അവൻ്റെ പുറകിലായിട്ട് കുത്താൻ വരികയാണ്. പിന്നെ അവനൊന്നും നോക്കിയില്ല, എല്ലാത്തിനും അടിച്ചിടുന്നു, രക്ഷപ്പെടുന്നു. അങ്ങനെ അവൻ ഓടിയെത്തുന്നത് വെള്ളത്തിലാണ്. ഫ്രണ്ടിലും വാർ ബോയ്സ്, ബാക്കിലും വാർ ബോയ്സ്. അങ്ങനെ അവൻ മുകളിലോട്ട് വലിഞ്ഞു കയറുന്നു. ഈ സമയത്താണ് മുകളിലായിട്ട് ഒരു കുട്ടിയെ കാണിക്കുന്നത്. എന്നാൽ ഈ കുട്ടി റിയൽ അല്ല, മാക്സിന് തോന്നുകയാണ്. പക്ഷെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി ഉണ്ടല്ലോ, അത് മാക്സിന്റെ മകളാണ്. നിങ്ങൾ എന്തിനാ ഞങ്ങളെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തത് എന്നാണ് ഈ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, ഇവന്റെ ഫാമിലിയും മകളും മരിച്ചിട്ടുണ്ട്. അതിന് സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക മാക്സ്. അങ്ങനെ ആ കുട്ടിയെ കാണുന്നു, പാനിക് ആവുന്നു, എല്ലാത്തിനും അടിച്ചിടുന്നു. പിന്നെയും ഓടാൻ ആരംഭിക്കുക. ഇവൻ ഓടിയെത്തുന്നത് ഒരു കുന്നിന്റെ മുകളിലാണ്. ഒന്ന് കാല് തെറ്റിയാൽ തീർന്ന്. അങ്ങനെ അവിടേക്ക് ഒരു ക്രെയിൻ വരുന്നു. ഇവൻ വേഗം അതിന്റെ മുകളിലോട്ട് അങ്ങ് ചാടുക. ബട്ട് നോ രക്ഷ, ഇവന്മാര് പിടികൂടുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. വാറിഗുമായി ഗ്യാസ് ടൗണിലേക്ക് പോകാൻ സമയമായി. ഇതിനായി അവിടേക്ക് വരുന്നത് ഫ്യൂരിയോസയാണ്. അതുമാത്രമല്ല, ഇതേ സമയം തന്നെ അവിടേക്ക് കുറെ ജനങ്ങളും വരുന്നുണ്ട്. ആ ജനങ്ങളെ കാണാൻ ഇമ്മോർട്ടൻ ജോയും. അവൻ വന്നിട്ട് ഗ്യാസ് ടൗണിലേക്ക് പോകുന്ന ഫ്യൂരിയോസക്കും വാർ ബോയ്സിനും ഒരു സെല്യൂട്ട് കൊടുക്കുന്നു. ശേഷം അവിടെയുള്ള വെള്ളം തുറന്നു വിടുന്നു. ഇത് കണ്ടേക്ക് ജനങ്ങളെല്ലാം വെള്ളത്തിന് വേണ്ടി തിക്കി തിരക്കാണ്. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇമ്മോർട്ടൻ ജോ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കൂ. അവിടെയുള്ള വെള്ളം, ഭക്ഷണം, അതിൻ്റെ എല്ലാം കൺട്രോൾ ജോയുടെ കയ്യിലാണ്. അങ്ങനെ ഒരു 30 സെക്കൻഡ് വെള്ളം കൊടുക്കുന്നു. എന്നിട്ട് പൈപ്പ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അവൻ പറയാണ്, ജനങ്ങളെ, വെള്ളത്തിന് നിങ്ങൾ അഡിക്റ്റായി പോകരുത്. ഇതൊക്കെ കേട്ട് പാവം ജനങ്ങളാണെങ്കിലോ അവിടെ വെള്ളത്തിന് വേണ്ടിയിട്ട് അടി കൂടുകയാണ്. പരസ്പരം അടി കൂടിക്കൊണ്ടിരിക്കുക. കാരണം വെള്ളം എന്നുള്ളത് അവർക്ക് അത്രയും മൂല്യം കൂടിയ ഒന്നാണ്. അങ്ങനെ ഫ്യൂരിയോസ പുറപ്പെട്ടു. എന്നാൽ അവൾ ഗ്യാസ് ടൗണിലോട്ട് പോകാതെ ഈസ്റ്റിലോട്ട് പോകുന്നു. ഫ്യൂരിയോസയുടെ കൂടെയുള്ള വാർ ബോയ്സ് എങ്ങോട്ടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവളൊന്നും വ്യക്തമായി പറയുന്നില്ല. പിന്നെ ഒന്നാമത് വാർറിഗിന്റെ ബോസ് ഫ്യൂരിയോസയാണ്. സോ അവൾ എന്ത് പറയുന്നോ അതിനനുസരിച്ചേ വാർ ബോയ്സ് നീങ്ങുള്ളൂ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജോനെയാണ്. അവൻ സ്ത്രീകളിൽ നിന്നും മുലപ്പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ പ്രോട്ടീനായിട്ട് ഇതേ ഉള്ളൂ. അങ്ങനെ ഇതിനിടയിലാണ് ഫ്യൂരിയോസ വേറെ വഴി പോകുന്നത്. ഇമ്മോർട്ടൻ ജോ ഒരു ടെലസ്കോപ്പ് വഴി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനാകെ പാനിക് ആവാൻ തുടങ്ങുക. അവൻ വേഗം ഒരു സീക്രട്ട് അറയിലോട്ട് പോകുന്നു. അവിടെയാണ് ഹെൽത്തി ആയിട്ടുള്ള സ്ത്രീകളെ പിടിച്ചു വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹെൽത്തിയായ സ്ത്രീകൾക്ക് മാത്രമേ നല്ല കുഞ്ഞുങ്ങളുണ്ടാവൂ. അല്ലാത്തവരിൽ ജനിക്കുന്നത് വൈകല്യം ബാധിച്ച കുഞ്ഞുങ്ങളായിരിക്കും. സോ ചുരുക്കി പറഞ്ഞാൽ ഈ അറയിലുള്ളവരെല്ലാം ഇമ്മോർട്ടന്റെ ഭാര്യമാരാണ്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വലിയ വിലയൊന്നുമില്ല, അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഇവിടെ വില. ആ സ്ത്രീകളെല്ലാം ജസ്റ്റ് ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന മെഷീനായിട്ടാണ് ഇമ്മോർട്ടൻ ജോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂരിയോസ അവരെല്ലാം രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ സ്ത്രീകളില്ലാന്നറിഞ്ഞ ജോക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അവൻ ഇറങ്ങിത്തിരിക്കെ ആ സ്ത്രീകളെ വീണ്ടെടുക്കാൻ. അങ്ങനെ വാർ ബോയ്സ് ഇതിനു വേണ്ടി റെഡിയാവുന്നു. ഇവന്മാർ ആരാധിക്കുന്നതാണെങ്കിലോ V8 എഞ്ചിൻ ഉണ്ടല്ലോ, അതിനൊക്കെയാണ്. അങ്ങനെ വാർ ബോയ്സിൽ ഒരുത്തൻ ഒരു സ്റ്റിയറിംഗ് എടുക്കുന്നു, പുറപ്പെടുന്നു. എന്നാൽ അത് അവന്റെ സ്റ്റിയറിംഗ് അല്ല, ഈ നെക്സിന്റെ സ്റ്റിയറിംഗ് ആണ്. പക്ഷെ ഇവിടെ നെക്സിന് വരാൻ കഴിയില്ല, അവൻക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ മാക്സിന്റെ ബ്ലഡ് ആണ് ഇവനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊന്നും അവൻക്കൊരു വിഷയമേ അല്ല. ഫ്യൂരിയോസയെ പിടിക്കാനുള്ള ആർമിയിലേക്ക് നെക്സും ചേരുന്നു വിത്ത് മാക്സ്. അങ്ങനെ ഇമ്മോർട്ടൻ ജോയും കൂട്ടരും പുറപ്പെട്ടു. ഇവരൊരു പട തന്നെയുണ്ട്. ഇവർക്ക് ആവേശം പകരാൻ ഒരുത്തൻ ഗിറ്റാറൊക്കെ ആയിട്ട് DJ നടത്തിക്കൊണ്ടിരിക്കുക. അതിനായിട്ടൊരു വണ്ടി തന്നെയുണ്ട്. ഇതിനിടയിലാണ് മാക്സിനെയും കൊണ്ട് നെക്സ് വരുന്നത്. പാവം മാക്സ് ആണെങ്കിൽ എവിടേക്കാണ് എന്നെ കൊണ്ട് പോകുന്നതെന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ചെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവർ റോട്ടിലൂടെ ഭയങ്കര സ്പീഡിലാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. നെക്സ് ആണെങ്കിലോ ജോയെ വിളിച്ചോണ്ടിരിക്കുക. കാരണം ജോയുടെ ഒരു ലുക്ക് കിട്ടിയാൽ തന്നെ വാർ ബോയ്സിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ജോ. ജോക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമെന്നാണ് ജോ ഇവരെ പറഞ്ഞ് പറ്റിക്കുന്നത്. അങ്ങനെ ഇവന്മാർ കുറെ ഫ്ലയർ പൊട്ടിക്കുന്നു. ഇത് ഫ്യൂരിയോസയുടെ വണ്ടിയിലെ വാർ ബോയ്സ് കാണുന്നുണ്ട്. അവരിതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്നാൽ ഫ്യൂരിയോസ് ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഈ സമയത്താണ് വേറൊരു ടീം അവിടേക്ക് വരുന്നത്. അവരാണ് ബസാർഡ്സ്. ഈ റിഗിലെ ഫ്യൂവല് തട്ടിയെടുക്കാനാണ് ഇവന്മാർ വന്നിട്ടുള്ളത്.
ഇവരുടെ വണ്ടി തന്നെ വൻ സീനാണ്. അങ്ങനെ അവര് വരുന്നു, ഫ്യൂരിയോസൊക്കെ മുന്നിൽ ആദ്യ വണ്ടിക്ക് ഒരു പണിയും കൊടുക്കുന്നു. ശേഷം പുറകിലെ ബൈക്കിനിട്ട് പണിയെ. എന്നാൽ വാർ ബോയ്സ് ഒരു വിധത്തിലാണ് അവരുടെ വെപ്പൺ കൊണ്ട് ബസാർഡിന്റെ ഒരു കാറിനെ നശിപ്പിക്കുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കെ അങ്ങനെ ഫ്യൂരിയോസ പുറത്തു വരുന്നു, ആ വണ്ടികളെയും ഇല്ലാതാക്കുന്നു. എന്നാൽ ഈ സമയത്താണ് ഒരു യമണ്ടൻ ലോറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇമ്മോർട്ടനും കൂട്ടരാണെങ്കിലോ ഇവന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇതിനിടയിൽ നെക്സ് ആണെങ്കിൽ ഫ്യൂരിയോസയെ പിടിക്കാൻ വേണ്ടി പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കെ. കാരണം ജോ അവനെ ശ്രദ്ധിക്കപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. അതിന് ബലിയാടാവേണ്ടി വരുന്നത് പാവം മാക്സും. പക്ഷെ നെക്സിന് ഇവിടെ ഫ്യൂരിയോസയെ പിടിക്കണമെങ്കിൽ ആദ്യം ബസാർഡ്സിനെ ഡീൽ ചെയ്യണം. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഇവന്മാരാണെങ്കിൽ ഇമ്മോർട്ടൻ ജോക്ക് വേണ്ടി മരിക്കാൻ കൂടെ തയ്യാറാണ്. അങ്ങനെ സ്വന്തം ജീവൻ കൊടുത്ത് ഒരുത്തൻ ബസാർഡ്സിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ടാർജറ്റ് അത് ഫ്യൂരിയോസയാണ്. എന്നാൽ ഈ സമയത്താണ് ഒരു കൊടുങ്കാറ്റ് അവിടേക്ക് വരുന്നത്. ഫ്യൂരിയോസ വണ്ടി നിർത്തുന്നില്ല, ഓടിച്ചങ്ങ് അകത്ത് കയറ്റേ. ഇത് കണ്ടപാട് ഇവളുടെ വണ്ടിയിലെ വാർ ബോയ്സിന് മനസ്സിലായി ഇവൾ ചതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. സോ അവന്മാർ വരുന്നു ഇവൾക്കിട്ട് പണിയാൻ. അങ്ങനെ ഒരു വിധത്തിൽ അവരെ ഇല്ലാതാക്കുന്നു. ശേഷം നെക്സിന്റെ വണ്ടിയുടെ ടയറും കളയുന്നു. എന്നാൽ നെക്സിന് ഇതൊരു വിഷയമേ അല്ല. ടയറില്ലാത്ത വണ്ടി കൊണ്ട് പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഫ്രണ്ടിലെ ടയറാണ് ഇവിടെ പോയിട്ടുള്ളത്. സോ അവിടുത്തെ വെയിറ്റ് കുറക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലുള്ള മാക്സിനെ ബാക്കിലോട്ട് തട്ടുന്നു. ഇതൊരു അവസരമാക്കി എടുക്കുകയാണ് നമ്മളുടെ മാക്സ്. ബാക്കിലിരിക്കുന്നവനെ അങ്ങ് തല്ലി താഴെയിടുന്നു. എന്നാൽ വണ്ടിക്ക് അകത്ത് കയറാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് വണ്ടി മുഴുവനായിട്ട് ലോക്ക് ചെയ്യാൻ. എന്നിട്ട് ആ കൊടുങ്കാറ്റിലോട്ട് അങ്ങ് ഓടിച്ച് കയറ്റുന്നു. അതിനകത്താണ് ഈ ആകെ ഇടിയും മിന്നലൊക്കെ ആയിട്ട് ഫുൾ സീനാണ്. ആ കാറ്റിൽ പെട്ട് കുറെ വണ്ടികളൊക്കെ ഇല്ലാതാവുന്നു. നമ്മളുടെ നെക്സ് ആണെങ്കിലോ അവളെ പിടിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാവുക. ഫുൾ ഫ്യൂവൽ അങ്ങ് തുറന്നു വിടുന്നു. എന്നിട്ട് ഒരു ഫ്ലയർ എടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും മാക്സ് പിടിച്ചു വെക്കേ. എന്നാൽ ഈ ഒരു കറക്റ്റ് സമയത്താണ് ഫ്യൂരിയോസ ഈ വണ്ടിക്കിട്ട് അങ്ങ് പണി കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. മാക്സ് ഇവിടെ മണ്ണിനകത്താണ്. അവൻ എഴുന്നേറ്റപാട് ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ പൈപ്പ് ഉണ്ടല്ലോ അത് മുറിച്ചിടുന്നു. ശേഷം ചെയിൻ മുറിക്കാൻ പോവാൻ. എന്നാൽ ഈ ചെയിൻ നെക്സിന്റെ കൈകളിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കാൻ. നെക്സ് ആണെങ്കിൽ ഇവിടെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ള ഒരു ഗൺ എടുക്കുന്നു. നെക്സിന്റെ കൈയിന്റെ മുകളിലോട്ട് ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ അതിനകത്താണ് ഈ മണ്ണ് കയറിയ കാരണം ആ ഗണ്ണ് നശിച്ചിരിക്കാൻ. ഈ സമയത്താണ് ഇമ്മോർട്ടൻ ജോയുടെ വണ്ടികളുടെ സൗണ്ട് മാക്സ് കേൾക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഫ്യൂരിയോസിനെയാണ്. അവളുടെ വണ്ടിയിൽ അല്പം മണ്ണ് കയറിയിട്ടുണ്ട്. അതൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവള്. അങ്ങനെ അവിടേക്ക് മാക്സ് നടന്നെത്തി. അവനാണെങ്കിൽ നെക്സിനെ തോളിലിട്ടിട്ടൊക്കെയാണ് വരുന്നത്. അല്ലാതെ പാവത്തിന് വേറെ വഴിയില്ല. അങ്ങനെ ഈ സമയത്താണ് ഫ്യൂരിയോസ് രക്ഷിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരിൽ മിക്കവരും പ്രഗ്നന്റ് ആണ്. അങ്ങനെ മാക്സ് വരുന്നു, പൊട്ടാത്ത ഗണ്ണെടുത്തിട്ട് ഇവരെ പേടിപ്പിക്കുന്നു. ആദ്യം വെള്ളം ചോദിക്കുന്നുണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ചെയിൻ കട്ട് ചെയ്യാൻ വേണ്ടി ബോൾട്ട് കട്ടർ ചോദിക്കുന്നു. അങ്ങനെ ഒരുത്തി വരുന്നു ഇത് കട്ട് ചെയ്യാൻ. ഈ സമയത്താണ് ഫ്യൂരിയോസ് വന്നിട്ട് ഇവനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. മാക്സിനെ അടിച്ചിട്ടതിന് ശേഷം അവന്റെ ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കുന്നു. എന്നാൽ അവിടെ ബുള്ളറ്റ് വരുന്നില്ല. പിന്നെ പറയണ്ടല്ലോ, രണ്ടും കൂടി വൻ ഫൈറ്റാണ് അവിടെ. ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാവം നെക്സിന്റെ ബോഡി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കേ. എന്നാൽ ഇവിടെ നെക്സ് മരിച്ചിട്ടില്ല. അവനക്ക് ബോധം വരുന്നു. ഫ്യൂരിയോസയെ അടിച്ചിടാൻ അവനും കൂടെ കൂടുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഗണ്ണൊപ്പിച്ച് ഫ്യൂരിയോസയും കൂട്ടരെയും നിലക്ക് നിർത്തുകയാണ് മാക്സ്. എന്നിട്ട് മാക്സ് വേഗം നെക്സിനടിച്ചിട്ട് ആ റിഗുമായി അവിടുന്ന് രക്ഷപ്പെടുക. എന്നാൽ അധിക ദൂരം അവനക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ വണ്ടിക്ക് നൈസായിട്ട് പണി കിട്ടുന്നതല്ല, ഫ്യൂരിയോസ കൊടുക്കുന്നു. അങ്ങനെ ആ റിഗിന്റെ അടുത്തോട്ട് ഫ്യൂരിയോസ് എത്തി. എന്നിട്ട് അവള് പറയാണ് ഈ റിഗിന് കുറച്ച് സിസ്റ്റംസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് മാത്രമേ ഇത് ഓടിക്കാൻ കഴിയൂ. ഇത് കേട്ടേക്ക് മാക്സ് അവളെ വണ്ടിയിൽ കയറ്റാന്ന് പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെ കയറ്റാൻ അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഫ്യൂരിയോസ് ചോദിക്കുകയാണ് നിന്റെ മുഖത്ത് ഈ സാധനം നിനക്ക് മാറ്റണോ? ഇത് കേട്ടേക്ക് മാക്സ് സമ്മതിക്കുന്നു. എല്ലാവരും അകത്ത് കയറ്റുന്നു, പുറപ്പെടുന്നു. അത് അഴിച്ചു മാറ്റാനുള്ള ഒരു ടൂളും അവൾ കൊടുക്കുന്നു. അത് മാത്രമല്ല മാക്സിനാണെങ്കിൽ ഇവരെ തീരെ വിശ്വാസമല്ല. മുക്കിന്നും മൂലയിന്നും ഓരോ ഗണ്ണ് വീതം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ സമയത്താണ് ഇവരൊരു കാഴ്ച കാണുന്നത്. ഇവരുടെ സൈഡിലൂടെ ഇമ്മോർട്ടൻ ജോയുടെ മന്ത്രിയായ പ്യൂപ്പിളീറ്റർ എന്ന് പറയുന്ന ഒരുത്തൻ വരുന്നുണ്ട് ഇവരെ പിടിക്കാൻ. മറ്റേ സൈഡിൽ കൂടെയാണെങ്കിലോ ബുള്ളറ്റ് ഫാമിത്ത ആളുകളും. അങ്ങനെ പെട്ടെന്നാണ് വണ്ടിയുടെ സ്പീഡ് കുറയുന്നത്. ഫ്യൂവൽ പോഡിന് എന്തോ പറ്റിയതാണ്. അങ്ങനെ ഇത് റെഡിയാക്കാൻ മാക്സ് പോകുന്നു, അത് സെറ്റാക്കുന്നു. എന്നാൽ ഇവരറിയാതെ നമ്മളുടെ നെക്സ് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അവൻ വരുന്നു, ഫ്യൂരിയോസയുടെ കഴുത്തിന് പിടിക്കുന്നു. എന്നാൽ ഫ്യൂരിയോസ് അവൻ അടിച്ചിട്ടതിന് ശേഷം കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ കൊല്ലാൻ ബാക്കിയുള്ള സ്ത്രീകൾ സമ്മതിക്കുന്നില്ല. കാരണം ഓൾറെഡി വാർ ബോയ്സിനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമ്മോർട്ടൻ ജോ. അതുകൊണ്ട് തന്നെ അവർ പാവങ്ങളാണ്. അങ്ങനെ നെക്സിനെ കൊല്ലാതെ പുറത്തോട്ടിടുന്നു. അങ്ങനെ ഇവർ കുറെ കല്ലുകളുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ വേറെ ടീംസും ഉണ്ട്. ഇതൊരു ബോർഡർ പോലെയാണ്. ഇവിടെ നിന്നും പുറത്ത് കടക്കാൻ ഫ്യൂരിയോസ് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവളുടെ വണ്ടിയിലെ ഫ്യൂവൽ മൊത്തം ഇവർക്ക് കൊടുക്കും. പകരം പിന്നാലെ വരുന്ന ഇമ്മോർട്ടൻ ജോയെ തടയാൻ കല്ലുകൾ ഇടിച്ചിടും. ഇതാണ് ഡീൽ. പക്ഷേ ഈ ഡീലിൽ ഫ്യൂരിയോസ് ഒറ്റയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് മാക്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഹാച്ചിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നു. പക്ഷേ ഈ ടൈമിൽ ഫ്യൂരിയോസ് മാക്സിനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താ? എന്നാൽ ഇത് കേട്ടപാട് മാക്സ് ഉത്തരം പറയുന്നില്ല. കാരണം എനിക്ക് ഇതുവരെ വിശ്വാസം വന്നിട്ടില്ല. അങ്ങനെ ഫ്യൂരിയോസ പറയാണ് നിന്റെ പേരെന്താണെങ്കിലും ശരി, ഞാൻ ഫൂൾ എന്ന് വിളിച്ചാൽ നീ വണ്ടിയെടുത്ത് അങ്ങ് പറപ്പിച്ചോണം. ഇതും പറഞ്ഞ് വണ്ടിയുടെ സെറ്റിംഗ്സ് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ സ്ഥലത്തെത്തി. എന്നാൽ ഇവന്മാരാണെങ്കിൽ കുറച്ച് ദേഷ്യത്തിലാണ്. കുറച്ച് വണ്ടികളെ പിന്നാലെ ഉണ്ടാവുമെന്നാണ് ഫ്യൂരിയോസ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു യുദ്ധത്തിനുള്ള ആളുകളുണ്ട്. അവന്മാരാണെങ്കിൽ തൊട്ടടുത്തും.
ഇതിനിടയിലാണ് പ്രഗ്നന്റ് ആയ സ്ത്രീ വേദനയിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഇവന്മാർക്ക് മനസ്സിലായി വണ്ടിക്കകത്ത് ഫ്യൂരിയസ് ഒറ്റയ്ക്കല്ല, ഇനിയും ആൾക്കാരുണ്ടെന്ന്. സോ ദ ഡീൽ ഈസ് ഓഫ്. ഇവന്മാരങ്ങ് വെടിവെക്കാൻ തുടങ്ങേ. നമ്മളുടെ ഫ്യൂരിയസ് ആണെങ്കിലോ ഫൂൾ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇത് കേട്ടപാട് മാക്സ് ഈ റിഗുമായിട്ട് അങ്ങ് പറപ്പിച്ച് പോവാൻ. അങ്ങനെ ജോയിന്റ് ടീംസും ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തെത്തി. എന്തൊക്കെയാണേലും ശരി, ഈ ബൈക്കേഴ്സ് അവന്മാരുടെ വഴി മുടക്കുന്നുണ്ട്, കല്ലൊക്കെ ഇടിച്ചിട്ടിട്ട്. ഇമ്മോർട്ടനും ഗ്യാങ്ങും ആകെ പെട്ടിരിക്കാൻ. അങ്ങനെ ഈ സമയത്താണ് അവിടേക്ക് നെക്സ് വരുന്നത്. അതും അവന്റെ കയ്യിൽ വണ്ടിക്കകത്തുള്ള സ്ത്രീകളുടെ തുണിയൊക്കെയുണ്ട്. ഇത് കണ്ടേക്ക് ജോ അവനെ വണ്ടിയിൽ കയറ്റുന്നു. എന്നിട്ട് അവന്റെ യമണ്ടൻ വണ്ടി കൊണ്ട് ആ കല്ലിന്റെ മുകളിലൂടെ അപ്പുറത്തോട്ടും കടക്കുന്നു. ഇതിനിടയിൽ മറ്റവന്മാരാണെങ്കിലോ ഫ്യൂവലിന് വേണ്ടി പിന്നാലെ വരുന്നുണ്ട്. ഇവന്മാരുടെ കയ്യിലുള്ള ബോംബുകളെല്ലാം വണ്ടിക്ക് മുകളിലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കാൻ വണ്ടിയാകെ കത്തിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് ഫ്യൂരിയസ് ഒരു ബട്ടൺ അമർത്തുന്നത്. ഇത് അമർത്തിയ പാട് റിഗിന്റെ ഫ്രണ്ടിൽ നിന്നും ഒരു സാധനം താഴോട്ട് വരുന്നു. അത് വെച്ച് വണ്ടിയുടെ മുകളിലോട്ട് മണ്ണ് തെറിപ്പിക്കുകയാണ്. അങ്ങനെ മണ്ണുപയോഗിച്ച് തീ ഇല്ലാതാക്കി. ഇവന്മാരാണെങ്കിൽ പറന്നു വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഫ്യൂരിയസ് വേഗം ഗണ്ണെടുക്കുന്നു, എല്ലാത്തിനും വെടിവെച്ചിടുന്നു. മാക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവന്മാർ തീർന്ന്. ഇനിയാണ് യഥാർത്ഥ പ്രശ്നം. ഇമ്മോർട്ടൻ ജോ അവൻ തൊട്ടു പിന്നിൽ എത്തിയിട്ടുണ്ട്. അവർ റിഗിന് നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് സ്പ്ലെൻഡിഡ് എന്ന പ്രഗ്നന്റ് ലേഡി പുറത്തോട്ട് വരുന്നത്. ഇത് കണ്ടേക്ക് നമ്മളുടെ ജോ അങ്ങ് അനങ്ങാതെ നിൽക്കാൻ. കാരണം അവളുടെ വയറ്റിലുള്ള കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ നെക്സ് പറയാണ്, ജോ എന്നെ റിഗിന്റെ മുകളിലോട്ട് കയറ്റി തന്നാൽ മതി, ആ ഫ്യൂരിയോസെ കൊല്ലുന്നത് ഞാനേറ്റു. ഇത് കേട്ടേക്ക് ജോ പറയാണ്, ഇതാ ഈ ഗണ്ണ് വെച്ചോ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇതും പറഞ്ഞ് അവന്റെ മുഖത്ത് സ്പ്രേ അടിച്ചു കൊടുക്കുന്നു. സ്പ്രേ അടിച്ചാൽ അറിയാലോ, സ്വന്തം ജീവൻ കളയണം. എന്നാൽ അതൊക്കെ ഒരു ഹാപ്പിനെസ് ആയിട്ടാണ് നെക്സ് കണക്കാക്കുന്നത്. അങ്ങനെ അവൻ റിഗിന്റെ മുകളിലോട്ട് ചാടിക്കയറി. എന്നാൽ അവന്റെ മേത്തുള്ള ചെയിൻ ഉണ്ടല്ലോ, അതങ്ങ് കുടുങ്ങിപ്പോവാൻ. അതുകൊണ്ട് തന്നെ അവൻക്കൊന്നും സാധിക്കുന്നില്ല. ഇത് കണ്ടേക്ക് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ജോ ഫ്രണ്ടിലോട്ട് അങ്ങ് കുതിച്ചു പായേ. എന്നാൽ ഈ സമയത്താണ് അപ്രതീക്ഷിതമായി സ്പ്ലെൻഡിഡ് വണ്ടിക്കടിയിലോട്ട് അങ്ങ് പോകുന്നത്. ഇത് കണ്ടപാട് ജോ വണ്ടി തിരിക്കുന്നു, ആക്സിഡന്റ് ആകുന്നു. നെക്സ് ആണെങ്കിൽ റിഗിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിലോ ആകെ കയ്യിന്ന് പോയിട്ടിരിക്കുക. കാരണം കൂട്ടത്തിലുള്ള ഒരുത്തിയാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. നമ്മളുടെ ജോ ആണെങ്കിലോ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുക, അതും അവളുടെ ഡെഡ് ബോഡിയുമായി. ഇതിനിടയിൽ മാക്സും ഗ്യാങ്ങും റേഡിയേറ്റർ സെറ്റാക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു. ഈ സമയത്താണ് കൂട്ടത്തിലെ ഒരു ലേഡി ജോയുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു പോകാൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഉണ്ടായ ഈ മരണം കൊണ്ട് അവൾ വല്ലാതെ പേടിച്ചിരിക്കുക. ഈ സമയത്താണ് അവിടേക്ക് രണ്ടുപേര് ബൈക്കും ഇവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഫ്യൂരിയോസ് ഗണ്ണെടുക്കുന്നു, അവരെ തീർക്കുന്നു. അങ്ങനെ ഇവർ മുന്നോട്ട് നീങ്ങി. ഈ സമയത്ത് മാക്സ് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാ ഈ സ്ത്രീകളുമായി പോകുന്നത്? ഇത് കേട്ടപാട് ഫ്യൂരിയോസ പറയാണ്, ഗ്രീൻ പ്ലേസ്. ഗ്രീൻ പ്ലേസ് എന്താണെന്നറിയാലോ, പച്ചപ്പുള്ള ഏക സ്ഥലം, അതായത് ഫ്യൂരിയോസയുടെ നാട്. അങ്ങനെ ഇതും പറഞ്ഞ് ഫ്യൂരിയോസ റിപ്പയറിന് ഇറങ്ങുന്നു. ഈ സ്ത്രീകളിൽ ഒരാളായ ക്യാപ്പബിൾ വണ്ടിയുടെ ബാക്ക് വാച്ച് ചെയ്യാൻ ഇറങ്ങുന്നു. എന്നാൽ ബാക്കിലതാ നക്സ്. അവനാകെ വിഷമിച്ച് കിടക്കുക. കാരണം ഇമ്മോർട്ടൻ ജോ എല്ലാം ലൈവായാണ് കണ്ടത്, അവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇനി സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് വിഷമിച്ച് കിടക്കുകയാണ് ആള്. എന്നാൽ ഈ സമയത്ത് കേപ്പബിൾ വരുന്നു, ഇവനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ രാത്രിയായി. നനഞ്ഞു കിടക്കുന്ന റോഡിലൂടെയാണ് യാത്ര. പെട്ടെന്നാണ് വണ്ടിയുടെ ടയറിന് പണി കിട്ടുന്നത്. ഇമ്മോർട്ടനും കൂട്ടരുവാണെങ്കിലോ പിന്നാലെ തന്നെയുണ്ട്. സോ നമ്മളുടെ ടീംസ് ഒരു വിധത്തിൽ വണ്ടി സെറ്റാക്കുന്നു. എന്നിട്ട് അവിടെ മുഴുവൻ മൈൻസ് വെക്കുന്നു. അങ്ങനെ ഇമ്മോർട്ടൻ ജോയുടെ വണ്ടികൾ മൈൻസിന് മുകളിൽ കയറുന്നു, പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ഇമ്മോർട്ടൻ ജോ ഇതേ സമയം തന്നെയാണ് സ്പ്ലെൻഡിഡിന്റെ വയറിൽ നിന്നും കുട്ടിയെ പുറത്തെടുക്കുന്നത്. എന്നാൽ ആ കുട്ടി മരിച്ചിരിക്കുകയാണ്. എന്നാൽ ആ കുട്ടി ഹെൽത്തി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ജോക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതിനിടയിലാണ് മാക്സും കൂട്ടരും പിന്നെയും പെടുന്നത്. ഇവരുടെ വണ്ടി ചെളിയിൽ താഴ്ന്നിരിക്കുകയാണ്. ഇവരുടെ പിന്നാലെയാണെങ്കിലോ ഇമ്മോർട്ടൻ ജോയുടെ കൂടെയുള്ള ഒരുത്തനുണ്ട്, ബുള്ളറ്റ് ഫാമിലെ മെയിൻ ആള്. ആളുടെ വണ്ടിയാണെങ്കിൽ ഏത് ചെളിയിൽ കൂടെ വേണേലും പോകും. അതുമാത്രമല്ല ഇങ്ങനെ രണ്ട് ഗണ്ണെടുക്കുന്നു, പൊട്ടിച്ചോണ്ടിരിക്കുന്നു. ഇത് കണ്ട മാക്സ് വെടിവെക്കാനൊക്കെ കുറെ നോക്കുന്നുണ്ട്, ബട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. സോ ഫ്യൂരിയോസ് വരുന്നു, ഒറ്റ ബുള്ളറ്റ് കൊണ്ട് അവന്റെ ലൈറ്റ് കളയുന്നു. എന്നാൽ ലൈറ്റിന്റെ ചില്ലുകൾ അങ്ങേരുടെ കണ്ണിലോട്ട് കയറാൻ. പിന്നെ പറയണ്ടല്ലോ, അയാളുടെ ദേഷ്യം അങ്ങ് വർദ്ധിച്ചു വരുന്നു. കാരണം അങ്ങേരുടെ കാഴ്ച പോയിരിക്കുകയാണ്. അങ്ങേര് രണ്ട് ഗണ്ണെടുക്കുന്നു, വെടിവെച്ചോണ്ടിരിക്കുന്നു. കണ്ണ് കാണാത്തതുകൊണ്ട് തന്നെ കണ്ട സ്ഥലത്തൊക്കെയാണ് ബുള്ളറ്റ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇവരെ സഹായിക്കാൻ നെക്സ് വരുന്നത്. അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഇവരുടെ റിഗിലായിട്ടൊരു വിഞ്ചുണ്ട്, അതൊരു മരത്തിൽ കെട്ടിയിട്ട് ട്രക്ക് അങ്ങ് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവർ രക്ഷപ്പെടുന്നു. എന്നാൽ ഈ സമയത്താണ് വണ്ടിയുടെ റേഡിയേറ്റർ പണി കൊടുക്കുന്നത്. അങ്ങനെ റേഡിയേറ്ററിലോട്ട് വെള്ളമൊഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു. ഈ സമയം മാക്സ് പറയാണ്, ഞാൻ ആ വരുന്നവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് വരാം. പിന്നെ എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വണ്ടിയെടുത്ത് പൊക്കോണം. ഇതും പറഞ്ഞ് അവൻ പോകുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവിടെ വലിയൊരു എക്സ്പോഷൻ നടക്കുകയാണ്. മാക്സ് ആണെങ്കിൽ ചോരയിൽ കുളിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എന്നാൽ അത് അവൻ്റെ ചോരയല്ല, മറ്റവന്മാരുടെ ചോരയാണ്. ഇത് കഴുകാനാണെങ്കിൽ അവിടെ വെള്ളമൊന്നുമില്ല, മുലപ്പാൽ ഉപയോഗിച്ചാണ് ഇത് കഴുകിക്കളയുന്നത്. അങ്ങനെ ഇവർ പുറപ്പെട്ടു. ഇവർ പോകുന്ന വഴികളാണെങ്കിൽ ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള വഴികളാണ്. കുറേ കാക്കകളും കുറേ പേടിപ്പെടുത്തുന്ന മനുഷ്യരുമുള്ള സ്ഥലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ രാവിലെയായി. മാക്സ് ചോദിക്കുകയാണ്, ഈ ഗ്രീൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ പ്ലേസ്, പച്ചപ്പുള്ള സ്ഥലം, അവിടെ കുറേ അമ്മമാരുണ്ട്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു ടവറിന് മുകളിൽ ഒരു സ്ത്രീ ഡ്രസ്സൊന്നും ഇടാതെ ഹെൽപ്പിന് വേണ്ടി അലറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടേക്ക് ഫ്യൂരിയോസ പറയാണ്,
എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. എന്നാൽ മാക്സ് പറയാണ് ഇത് ചിലപ്പോൾ കെണിയാകാനാ സാധ്യത. എന്നാൽ ഇതൊന്നും ഫ്യൂരിയോസ മൈൻഡ് ചെയ്യുന്നില്ല. അവൾ പുറത്തിറങ്ങുന്നു. അവളുടെ അമ്മയുടെ പേര് ഉറക്കി അങ്ങ് വിളിച്ചു പറയുന്നു. ഇത് കേട്ടേക്കാ ടവറിന് മുകളിൽ നിൽക്കുന്ന സ്ത്രീ ഒരു സിഗ്നൽ കൊടുക്കുന്നു. അത് കേട്ടപാട് ബൈക്കിന് മുകളിൽ കുറെ അമ്മമാര് വരുന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം കുറെ വർഷങ്ങൾക്ക് ശേഷം ഫ്യൂരിയോസയെ തിരിച്ചു കിട്ടുന്നത്. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് ഫ്യൂരിയോസ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. ഗ്രീൻ പ്ലേസ് എല്ലാം നശിച്ചു. അവിടെയുള്ള മണ്ണ് പോയ്സൺ ആവാൻ തുടങ്ങി. കൃഷി വളരാതെയായി. കാക്കകൾ വർദ്ധിച്ചു. പച്ചപ്പെല്ലാം നശിച്ചു. നിങ്ങൾ വരുമ്പോൾ ഒരു ക്രീപ്പി ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടില്ലേ? അതായിരുന്നു ഫ്യൂരിയോസ നമ്മളുടെ ഹോം. അതെല്ലാം നശിച്ചു. ഇത് കേട്ടേക്ക് ഫ്യൂരിയോസ് അവിടെ ഇരുന്ന് അങ്ങ് കരഞ്ഞോണ്ടിരിക്കാൻ. കാരണം ചെറുപ്പം മുതൽ ഇത്രയും വർഷം ഈ ഗ്രീൻ പ്ലേസ് അല്ലെങ്കിൽ അവളുടെ വീട്, അവളുടെ ഹോം ഇതൊക്കെ തേടിയിട്ടാണ് അവൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതൊന്നുമില്ല. അവൾ അങ്ങ് തകർന്നു പോവാൻ. നമ്മൾ ഫ്യൂരിയസ് എന്ന സിനിമയിൽ കണ്ടതാണ് അവൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ എത്തിയപ്പോൾ അതൊന്നുമില്ല. ആ കഷ്ടപ്പാടിന് ഒരു വിലയില്ലാതായി. അങ്ങനെ രാത്രിയായി. ഈ സമയത്താണ് അമ്മമാർ ഇവർക്കൊരു ബാഗ് കാണിച്ചു കൊടുക്കുന്നത്. അതിനകത്ത് നിറയെ സീഡ്സ് ആണ്. ഒരവസരം വന്നാൽ ഈ ഭൂമിയെ തന്നെ ഗ്രീനാക്കി മാറ്റാൻ അവരെടുത്തു വെച്ചിട്ടുള്ള സീഡ്സ്. അങ്ങനെ ഈ സമയത്താണ് ഫ്യൂരിയോസ മാക്സിനെ കാണാൻ വരുന്നത്. അവൾ പറയാണ്, മാക്സ്, ഈ വാറികുമായി പോകാൻ ഞങ്ങളെ കൊണ്ട് ഇനി സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവരുടെ കയ്യിലുള്ള ബൈക്കുമായി ഇവിടുന്ന് പോവുകയാണ്. 160 ദിവസത്തെ യാത്ര. അതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയാണേലും ശരി, ഞങ്ങളുടെ കയ്യിൽ ഒരു ബൈക്ക്, അത് നിനക്കുള്ളതാണ്. നിനക്ക് ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യാം. എന്നാൽ ഇവിടെ മാക്സ് വേണ്ടാന്നാണ് പറയുന്നത്. അത് മാത്രമല്ല അവൻ പറയുന്നത്, പ്രതീക്ഷ എന്നുള്ളത് വെറുമൊരു തെറ്റിദ്ധാരണയാണ്. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കാൻ നോക്ക്. പക്ഷെ അപ്പോൾ അത് ഫ്യൂരിയോസക്ക് മനസ്സിലായില്ല. അങ്ങനെ രാവിലെയായി. ഫ്യൂരിയോസയും ടീമും പുറപ്പെട്ടു. ഈ സമയത്താണ് മാക്സ് അവൻ്റെ മകളുടെ അതേ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്നാണ് ഈ മകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാട് മാക്സിന് അവരെ കൈവിടാൻ തോന്നിയില്ല. സോ അവൻ പുറപ്പെട്ടു. അങ്ങനെ അവരുടെ അടുത്തെത്തി. എന്നിട്ട് പറയാണ്, നിങ്ങളിവിടുന്ന് എത്ര ദൂരം പോയാലും ഇതേ മരുഭൂമി മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. മറിച്ച് നമ്മൾ വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ ആ ഇമ്മോർട്ടൻ ജോയുടെ സ്ഥലം നമ്മൾക്ക് പിടിച്ചെടുക്കാം. അതിന് വാറികുമായി അവരുടെ നടുവിലോട്ട് പോകണം. ഇമ്മോർട്ടൻ ജോക്കിട്ടൊരു പണിയും കൊടുക്കണം. ഇത് കേട്ടപാട് ഫ്യൂരിയോസ് ചോദിക്കുകയാണ്, ശരി, ഓക്കെ, നമ്മൾ ജീവനോടെ തിരിച്ചെത്തിയെന്ന് വിചാരിക്കുക. ആ സ്ഥലത്തുള്ളവർ നമ്മളെ കൊല്ലില്ലാന്ന് എന്താ ഉറപ്പ്? അതിനാണ് നമ്മളുടെ കയ്യിൽ നെക്സ് ഉള്ളത്. അവിടുത്തെ വാർ ബോയ്സിനെ എല്ലാം അവൻ ഡീൽ ചെയ്തോളും. കാരണം അവിടെയുള്ള വാർ ബോയ്സിന്റെ കണ്ണിൽ അവിടെ നിന്നും കൊണ്ടുപോയ പ്രോപ്പർട്ടിയായ ഈ ഗേൾസിനെ തിരിച്ചു കൊണ്ടുവരലാണ്. സോ നമ്മൾ പോവല്ലേ? ഇതും പറഞ്ഞ് രണ്ടുപേരും കൈ കൊടുക്കുന്നു. വാറികുമായി അങ്ങ് പുറപ്പെടുന്നു. ഇതേ സമയം ജോയിൻ കൂട്ടരാണെങ്കിലോ ആകെ ബോറടിച്ചിട്ടിരിക്കാൻ. അപ്പോഴാണ് ഇവന്മാർ വാറികുമായിട്ട് പോകുന്നത് ഇവർ കാണുന്നത്. ഇത് കണ്ടേക്കങ്ങ് അറ്റാക്കിനിറങ്ങാൻ. അങ്ങനെ ഇവന്മാരുടെ കയ്യിൽ ഒരു വണ്ടി നല്ല സ്പീഡിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവരുടെ ഫ്രണ്ടിലോട്ട് കടക്കാൻ ശ്രമിക്കുകയാണ്. അതും എഞ്ചിനിലോട്ട് കുറേ ഫ്യൂവൽ ഒഴിച്ചിട്ട്. ഇത് കണ്ടേക്ക് നെക്സ് ഇറങ്ങുന്നു ഫ്യൂവലുമായി. വായിൽ പെട്രോൾ എടുക്കുന്നു, അങ്ങ് തുപ്പുന്നു. സോ ഇവരുടെ വാറികും നല്ല സ്പീഡിൽ പൊക്കോണ്ടിരിക്കാൻ. എന്നാൽ ഇവന്മാർ ഫ്രണ്ടിൽ കയറുന്നു. എന്നിട്ട് ഈ വണ്ടിയുടെ ടയറിന് പണി കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് മാക്സ് പുറത്തു വരെ. എന്നിട്ട് ഈ പെട്രോൾ പരിപാടി അവനങ്ങ് ഏറ്റെടുക്കുന്നു. ഈ സമയത്താണ് നമ്മളുടെ അമ്മമാർ ബൈക്കുമായിട്ട് വരുന്നത്. എന്നിട്ട് ഈ വണ്ടി അങ്ങ് ഇല്ലാതാക്കുന്നു. എന്നാൽ പുറകിൽ ഇഷ്ടം പോലെ വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ബൈക്കുമായിട്ട് ഇറങ്ങുന്നു. ഓരോ വണ്ടികളെ ഇല്ലാതാക്കുന്നു. പെട്ടെന്നാണ് ഇവർ നിലത്ത് വീഴുന്നത്. അവർക്ക് നേരെ ജോയുടെ വണ്ടിയും വരുന്നുണ്ട്. എന്നാൽ എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെടുന്നത്. പക്ഷേ ആ രക്ഷപ്പെടൽ അധികം നേരം നീണ്ടു നിന്നില്ല. അവരുടെ മേത്തൂടെ ഒരു വണ്ടി അങ്ങ് കയറിപ്പോവാൻ. അതും നമ്മളുടെ പ്യൂപ്പിൾ ഈറ്ററിൻ്റെ വണ്ടി. അങ്ങനെ അവന്മാർ തൊട്ട് പിന്നിലെത്തി. വണ്ടിയുടെ എഞ്ചിനാണെങ്കിൽ ആകെ തകരാറായിട്ടിരിക്കുകയാണ്. ഇവന്മാരാണെങ്കിൽ പിന്നീന്ന് ഹാർപൂൺസ് വിട്ട് വണ്ടി നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ മാക്സ് വരുന്നു. ഈ ഹാർപൂൺസ് എല്ലാം കട്ട് ചെയ്തിടുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഇവന്മാർ പറന്നു വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്യൂരിയസയുടെ കഴുത്തിനിട്ട് പണി കൊടുക്കുന്നു. എന്നാൽ ഒരു വിധത്തിലാണ് അവൾ രക്ഷപ്പെടുന്നത്. ഇതിനിടയിൽ മാക്സിന് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, സ്ത്രീകളിൽ നിന്നും ഒരാളെ അങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ മാക്സ് ഒരു വിധത്തിൽ എഴുന്നേൽക്കുന്നു, ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ താഴോട്ട് വീഴാണ്. എങ്ങനെയൊക്കെയോ ഫ്യൂരിയോസ ഇവനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം ഒരുത്തൻ അവളുടെ വയറ്റിലോട്ട് അങ്ങ് കത്തി കുത്തി ഇറക്കുക. ഇത് കണ്ടേക്ക് ലേഡീസ് എല്ലാവരും ചേർന്ന് കുത്തിയവന്റെ കണ്ണിലോട്ട് ബുള്ളറ്റ് കയറ്റുന്നു, കൊല്ലുന്നു. ഫ്യൂരിയോസക്കാണെങ്കിൽ തീരെ വയ്യ. മാക്സ് ഇപ്പോൾ വണ്ടിയുടെ അടിയിലോട്ട് പോകും. അതിനിടയിലാണ് ഒരുത്തൻ കാറുമായിട്ട് മാക്സിനെ കൊല്ലാൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവനെ വണ്ടികൾക്കിടയിലിട്ട് ചതച്ചരക്കുന്നു. ഇതേ സമയം നെക്സ് വരുന്നു. മാക്സിനെ ചവിട്ടി അപ്പുറത്തെ വണ്ടിയിലോട്ടിടുന്നു. അതുകൊണ്ട് മാത്രം മാക്സ് അവിടെ രക്ഷപ്പെട്ടിരിക്കുക. അങ്ങനെ മാക്സ് ആ വണ്ടി കയ്യേറുന്നു. ഫ്യൂരിയോസയുടെ എഞ്ചിനും നെക്സ് സെറ്റാക്കി. എന്നാൽ ഫ്യൂരിയോസക്ക് തീരെ വയ്യ. മാക്സിൻ്റെ വണ്ടിയാണെങ്കിൽ കത്തിപ്പിടിച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ റിഗിലോട്ട് തന്നെ തിരിച്ചു ചാടുക. എന്നാൽ ഈ സമയത്താണ് ഇവന്മാർ പറന്നു വന്ന് മാക്സിനെ അങ്ങ് കൊണ്ടുപോകുന്നത്. മാക്സ് കയ്യേറിയ വണ്ടി കത്തിയതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവനാണെങ്കിൽ മറ്റേ മ്യൂസിക് സിസ്റ്റമുള്ള വണ്ടി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലാണ് വന്ന് വീണിട്ടുള്ളത്. ഫ്യൂരിയോസയാണെങ്കിലോ ജോയുടെ വണ്ടിയുടെ പിന്നാലെ പൊക്കോണ്ടിരിക്കുക. അവൾ നെക്സിന് റിഗ് കൈമാറുന്നു. എന്നിട്ട് നേരെ ജോയുടെ വണ്ടിയുടെ മുകളിലോട്ട് അങ്ങ് ചാടി കയറുക. എന്നാൽ അവൻ്റെ ഗാർഡാണെങ്കിൽ ഇവളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. മാക്സ് ആണെങ്കിലോ ഗിറ്റാർ വായിക്കുന്നവനുമായി പൊരിഞ്ഞടി. അങ്ങനെ അത് കഴിഞ്ഞൊരു വിധത്തിൽ റിഗിൽ കയറി.
എന്നാൽ അവിടെയതാ ജോയുടെ മകനായ റിക്ടസ് അങ്ങനെ ഒരു വിധത്തിൽ അവനിട്ട് പണിയുന്നു. ഫ്യൂരിയസ് ആണെങ്കിൽ അടികൊണ്ട് അവശയായിട്ടുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ എല്ലാത്തിനും അടിച്ചിടുന്നു. ഇമ്മോർട്ടൻ ജോയുടെ മുന്നിലെത്തുന്നു. എന്നിട്ട് അവൾ അവന്റെ മാസ്ക് കൊടുക്കനെ ടയറിനകത്തോട്ടങ്ങിടുന്നു. സോ അവന്റെ മുഖം ഒന്നാകെ അങ്ങ് പറഞ്ഞു പോരെ. അങ്ങനെ ഇമ്മോർട്ടൻ ജോ മരിച്ചു. റിഗിലുള്ള എല്ലാവരും ജോയുടെ വണ്ടിയിലേക്ക് മാറുന്നു. പുറകിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കെ അവരെല്ലാം ഇല്ലാതാക്കാൻ നെക്സസ് സ്വന്തം ജീവൻ അങ്ങ് കളയുന്നു. അങ്ങനെ എല്ലാ വണ്ടികളും അവസാനിച്ചു. ഇവർ മുന്നോട്ട് നീങ്ങി. ഫ്യൂരിയോസ് ഒക്കെ ആണെങ്കിൽ തീരെ വയ്യ. അവൾ ഡയറടക്കം ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. അത് വേഗം തന്നെ മാക്സ് സെറ്റാക്കുന്നു. ശേഷം അവൾക്ക് ബ്ലഡ് കൊടുക്കുക. ഇവൻ യൂണിവേഴ്സൽ ഡോണർ ആയതുകൊണ്ട് തന്നെ ബ്ലഡ് കൊടുക്കുന്നതിൽ യാതൊരു സീനുമില്ല. അങ്ങനെ ഇവർ ജോയുടെ സ്ഥലത്തെത്തി. എത്തിയ പാടന്റെ ജോയുടെ ഡെഡ് ബോഡിയാണ് മാക്സ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടേക്ക് ജനങ്ങളെല്ലാവരും അവന്റെ ഡെഡ് ബോഡി ഇല്ലാതാക്കുന്നു. കാരണം അത്രയും പകയുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഫ്യൂരിയോസ പുറത്തു വന്നു. എല്ലാവരും മാർപ്പ് വിളിക്കാൻ തുടങ്ങി. ജോയെ ഇല്ലാതാക്കിയത് കൊണ്ട് തന്നെ ആ സ്ഥലം ഇനി അവളുടെ കയ്യിലാണ്. അങ്ങനെ വിജയത്തിൽ നിൽക്കുന്ന ഫ്യൂരിയോസ നോക്കുമ്പോൾ മാക്സിനെ കാണാനില്ല. അവനൊരു ചിരിയുമായി ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങ് നടന്നു മാറി. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.